السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ابن عباس رضي الله عنه أن النبي صلى الله عليه وسلم صلى في يوم الفطر ركعتين ثم لم يصلي قبلها ولا بعدها ثم أتى النساء ومعه بلال فأمرهن بالصدقة فجعلهن تلقي المرأة خرصها وسخابها رواه البخاري. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിലെ 964 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസിന്റെ നേർക്ക് നേരെയുള്ള മഅനയിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാകുന്നു എന്നുള്ളതുകൊണ്ട് ഒരു വിശദീകരണത്തിന് മുതിരേണ്ടെന്ന ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമാണ് ഹദീസ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല, അദ്ദേഹം നിസ്കരിച്ചു, യൗമൽ ഫിത്രി, ഫിത്ർ ദിവസത്തിൽ, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ, അതിലെ ഈദുൽ ഫിത്ർ ദിവസത്തിൽ അദ്ദേഹം നിസ്കരിച്ചു. റക്അത്തൈനി, 2 റക്അത്ത്. എന്താ അതിന്റെ പ്രത്യേകത? മറ്റു ഹദീസുകളിൽ നിന്ന് കാണാൻ പറ്റും 12 തക്ബീറുകൾ. സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി തക്ബീറത്തുൽ ഇഹ്റാം കൂടാതെ ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറുകളും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന പോലെ സാന്ദർഭികമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നിൽ നിന്ന് ഒക്കെപ്പാടെ ഗാനമേളക്കാരമാതിരി ഇമാം അല്ലാഹു അക്ബർ എന്ന പിന്നെ ബാക്കിയുള്ളവരും അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പറയാനുള്ള സന്ദർഭമോ സാഹചര്യമോ പാടുള്ളതോ അല്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം എന്താണോ ചെയ്യുന്നത് അതിനെ ഇത്തിബാ ചെയ്യാനാണ്. ഒരാളെ ഇമാം നിർത്തിയാൽ അയാളെ പൂർണ്ണമായും അനുസരിക്കുക. എപ്പോഴാണ് റുക്കൂ പോയത് അപ്പം റുക്കൂ പോവുക, എപ്പോഴാണ് എനിക്ക് അപ്പം എണീക്കുക. എനിക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കടന്നുറങ്ങാൻ അത് പറ്റില്ല. അപ്പൊ അവിടെ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും കോറസായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല. ഇനി 1 ചിലപ്പോൾ 2 തക്ബീർ അതിന് വിട്ടുപോകും. മനുഷ്യന്മാരാണല്ലോ, അങ്ങനെ വിട്ടുപോയാലോ ഇനി എല്ലാവരും കൂടിയാണ് കൂട്ടത്തലവോട് വിളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയണ്ട. കാരണം ഫിത്ർ നിസ്കാരം എന്താ, ഈദ് നിസ്കാരം എന്താ, അത് സുന്നത്താണ്, സുന്നത്തിലുള്ളൊരു സുന്നത്താണ്. അത് വിട്ടുപോയാൽ ഇനി അതിനൊക്കെ പാടെ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ട മട്ടമേശ സമ്മേളനം, അതിന് ചർച്ച, പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇമാം പോയി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ വിടൂല. സാധാരണ ഗതിയിൽ ഫിത്ർ സക്കാത്തിന്റെ മറ്റൊക്കെ അരി ഉണ്ടാവും പോലെ ഉദയത്തിനൊക്കെ ബലി പെരുന്നാളിന് ഇറച്ചി ഉണ്ടാവും. പക്ഷെ ചെറിയ പെരുന്നാളിന് ഞാൻ ഏതെങ്കിലും തക്ബീർ പോയി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ തിന്നിട്ടേ വിടുകയുള്ളൂ. അത് വേണ്ട, ആ സുന്നത്തിൽപ്പെട്ടൊരു സുന്നത്താണ്. അത്രയുള്ളൂ. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ 7, രണ്ടാമത്തെ റക്അത്തിൽ 5, ഇങ്ങനെ 12 റക്അത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറത്തുൽ ഇഹ്റാം, റക്അത്തല്ല തക്ബീറത്തുൽ ഇഹ്റാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അതിന്റെ പ്രത്യേകത? ലം യുസല്ലി ഖബ്ലഹ. ചില ആൾക്കാരൊക്കെ ഉണ്ട്, പള്ളിയിലാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ, പള്ളിയിൽ ഏതൊരു സമയത്തും എപ്പോഴും ആർക്കും ഏത് സന്ദർഭത്തിലും കയറിയാൽ 3 സമയങ്ങളിലാണ് നിസ്കരിക്കാൻ പാടില്ലാത്തത്. ഒന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ, മറ്റൊന്ന് സൂര്യൻ മധ്യത്തിലാവുമ്പോൾ, മറ്റൊന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ. ഈ സന്ദർഭങ്ങളിലല്ലാതെ ഏതൊരു സന്ദർഭത്തിലും ഒരാൾ പള്ളിയിൽ കയറിയാൽ പള്ളിയോടുള്ള ഒരു ബഹുമാനം, തഹിയ്യത്ത് എന്ന നിലയ്ക്ക് തഹിയ്യത്തുൽ മസ്ജിദ് 2 റക്അത്ത് നിസ്കരിക്കാൻ വിരോധമൊന്നുമില്ല. എന്നാൽ ഈദ്ഗാഹിലാണ് വെച്ച് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെയും കാണാൻ ചില ആൾക്കാർ തുടക്കത്തിലും ഒടുക്കത്തിലൊക്കെ നിസ്കരിക്കുന്നു. റസൂലുള്ളാഹി അത് ചെയ്തിട്ടില്ല. ലം യുസല്ലി ഖബ്ലഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പ് നിസ്കരിച്ചിട്ടില്ല, വലാ ബഅദഹ, അതിന് ശേഷവും നിസ്കരിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഈദ്ഗാഹിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേ, ജീവിതത്തിലാകെ ഉള്ള പരിപാടി എന്താ, പെരുന്നാളിലൊക്കെ പോകും. എൻ്റെ പൊന്നാന സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഒരാളായിട്ട് പരിചയപ്പെട്ട് പറഞ്ഞു, മൂപ്പര് പെരുന്നാളിലൊക്കെ പോകുന്നു, ബാക്കിയുള്ളതൊക്കെയോ അതൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെ ആകെ കൂടി വരുന്ന പെരുന്നാളുണ്ട്. പക്ഷെ എന്താ ചെയ്യാന്നറിയണ്ടേ? അപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മൂപ്പരോട് ഭയങ്കര ഈമാനൊക്കെ ഉള്ള ആളല്ലേ, മൂപ്പര് കാണാൻ നിസ്കരിച്ചു. അങ്ങനെ സുന്നത്ത് നിസ്കാരം ഇല്ല, ശേഷമില്ല, മുൻപുമില്ല. സുമ്മ അത്തൻ നിസാ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഇടയിലേക്ക് പോയി. വമഅഹു ബിലാൽ, അവിടെയും കണ്ടോ, ഒറ്റക്കല്ല പോയത്, ഒറ്റക്ക് പോകാനും പാടില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു.
അമറഹുന്ന, എന്നിട്ട് അവരോട് കൽപ്പിച്ചു. അപ്പോൾ പുരുഷന്മാരോട് പ്രത്യേകം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. സ്ത്രീകളോട് പ്രത്യേകം കൽപ്പിച്ചെങ്കിൽ പുരുഷന്മാർ നിർബന്ധമായി കൽപ്പനയ്ക്ക് വിധേയമാണ്. എന്താ കൽപ്പിച്ചത്? സ്വതക്ക കൊടുക്കാൻ. പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരും, ഒഴിഞ്ഞ കീശി തുറന്ന മനസ്സിലായിട്ട്, അതൊരിക്കലും പറ്റില്ല. അതൊന്നും ഞാൻ എടുക്കാൻ പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്ന സമയത്ത് കീശ പുതിയതല്ലേ, അതിലെന്തെങ്കിലും നല്ല വില കൂടിയതിട്ടോളി. നല്ല പുതിയ ഏറ്റവും ടോപ്പ് റേറ്റ് ഏതാ വെച്ചാൽ എടുത്തില്ല, ബർക്കത്തിട്ടാൻ വേണ്ടിയില്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കുപ്പായം പുതിയ കാരൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഉഷാറാക്കല്. ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് അവരോട് എന്താ പറഞ്ഞത്? സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ജാലഹുന്ന, നമ്മളൊക്കെ സഹോദരിമാർ അങ്ങനെയാ. ഒരു ബക്കറ്റ് വെച്ചാൽ അള്ളാഹിന്റെ ബർക്കത്തുകൊണ്ട് ആ ബക്കറ്റ് അവിടുന്ന് പാറിപ്പോയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും കല്ലൊരു 5 or 2 ഉറുപ്പിക കിട്ടാൻ ഒരു കനത്തിൽ അവിടെ ഇരിക്കുക എന്നല്ലാതെ വേറൊന്നുണ്ടാവില്ല. അത് ഒഴിഞ്ഞ കയ്യിൽ തുറന്നു മനസ്സിലായിട്ടുണ്ട്. ഒരു പള്ളിയിലേക്ക് വരില്ലേ, ഒരു കർച്ചീഫ് ഉണ്ടെങ്കിൽ അതുപോലെ എടുത്തു പോകാൻ തീരുമാനിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള വരവ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അവരോട് പറഞ്ഞു. യുൽഖീൻ, അവരിടാൻ തുടങ്ങി. യുൽഖിയൽ മർഅതു ഖുസ്സഹാ വ സഖബഹ, അവര് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കമ്മലുകൾ, കർണാഭരണം എന്നാ പറഞ്ഞത്, കമ്മലുകൾ, അതുപോലെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാലകളും ഒക്കെ അതിലേക്ക് ഇടാൻ തുടങ്ങി. അപ്പൊ അത്ര വലിയ സാഹസം ഇപ്പൊ ഇന്നത്തെ ഈമാനുള്ള അത്ര വലിയ ഈമാനുള്ള ആൾക്കാരൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. വയലാകട്ടെ, ക്ലാസ് ആകട്ടെ, എന്താകട്ടെ, നീ കരയല്ല, കണ്ണിൽ മുളക് പൊടി ഇട്ട് കരയിച്ചാലും ശരി, കാതിരിക്കും കൊത്തിരിക്കൊന്നും പോണ പരിപാടിയില്ല. എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസകളോ അല്ലെങ്കിൽ നോട്ടുകളോ ഒക്കെ ആ ഹദിയ നൽകാൻ വേണ്ടി വരണം എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് നമുക്ക് നേരെ പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബാക്കി ഇതിന്റെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതും പഠിക്കുന്നതും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ മുഴുവൻ പുറത്ത് മാപ്പാക്കി തന്ന ഇരുലോകത്തും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്ത് മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് താഴ്ന്നിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രിയിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ ഷാഫിയായ റബ്ബ് അവർക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ അവശതകൾ കൊണ്ടും മറ്റും പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ടും പല പ്രയാസങ്ങളും നേരിടുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഹീഷത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മുടെ സഹോദരങ്ങളുടെ നേറുന്ന നോവുകൾക്ക് അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അവയിൽ വന്ന ന്യൂനതകളും കുറവുകളും പിഴവുകളും അപാകതകളും പരിഹരിച്ച് അല്ലാഹു അവന്റെ വലം കൈകൊണ്ട് സ്വീകരിക്കുന്ന അമൽ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഈ പരിശുദ്ധമായ റമളാൻ കൊണ്ട് സാധ്യമാകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്നതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അല്ലാഹു നമുക്ക് ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത
أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.